നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് നടപടികൾ കടുപ്പിക്കുകയാണ്. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് അന്വേഷിക്കാനായി 30 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നു. 30 ഉദ്യോഗസ്ഥരടങ്ങുന്ന ഈ സംഘത്തിൽ 4 SHOമാരാണുള്ളത്. ഇനി കാര്യക്ഷമമായ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഈ SITയുടെ ദൗത്യം. 26 പേർ ഇതുവരെ കസ്റ്റഡിയിലാണ്. പ്രതിപട്ടികയിലുള്ള മറ്റ് ആളുകളെ കൂടി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഈ ഒരു ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പല പ്രവർത്തകരും ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട്. ഇവരെല്ലാം ഈ തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി ഒളിവിലാണ് എന്നാണ് സൂചന. ഇവരെ സംരക്ഷിക്കുന്നത് പാർട്ടി തന്നെയാണ്. പാർട്ടി നേതാക്കളുടെ വീടുകളിലും അതുപോലെ തന്നെ പാർട്ടി ഓഫീസുകളിലുമെല്ലാം ഈ ക്രിമിനലുകളെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഏത് മാളത്തിൽ ഒളിച്ചാലും പ്രതികളെ പൊക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇനി വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കാനാണ് കേരള പോലീസിൻ്റെ തീരുമാനം. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനും ഈ കേസിൽ നടപടികൾ കടുപ്പിക്കാനും കാരണങ്ങൾ പലതുണ്ട്. അതിലൊന്നാമത്തെ കാരണം ഈ കേസിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന കോടതി പരാമർശമാണ്. 26 പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ 5 പേർ ജാമ്യത്തിന് ശ്രമിച്ചു. ജാമ്യാപേക്ഷ കോടതിയിലെത്തിയപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആദ്യം തന്നെ അഭിപ്രായപ്പെട്ടത് ഇവർക്കെന്തിനാണ് ജാമ്യമെന്നാണ്. ഇവർ നടത്തിയ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗൗരവം അതിവർക്ക് മനസ്സിലായിട്ടില്ല. രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവരെ പുറത്തുവിടാൻ കഴിയില്ല. അങ്ങനെ ഈ പ്രതികളെയൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ആക്രമണത്തിന് ആഹ്വാനം നൽകുന്നതിന് സമമായിരിക്കും ഈ പ്രതികളെ പുറത്തുവിടുക എന്നത്. ഇങ്ങനെയാണ് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് നിരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകേണ്ട കേസാണ് എന്ന് കേരള പോലീസ് തിരിച്ചറിയുന്നുണ്ട്. ഹൈക്കോടതിയിലടക്കം ഈ കേസ് വലിയ ചർച്ചാ വിഷയമാകും. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു അനാസ്ഥയുണ്ടായാൽ തീർച്ചയായും ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയേക്കാം. അത് ഭയന്നാണ് കേസ് ഹൈക്കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കൃത്യമായ പഴുതുകളടച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ കാരണമെന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ തന്നെ അതൃപ്തിയാണ്. കഴിഞ്ഞ ദിവസം ഈ കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കണമെന്നും സമഗ്രമായ പരിശോധന വേണമെന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേന്ദ്ര ആസ്ഥാനം തന്നെ കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതായത് നിലവിലുള്ള അന്വേഷണത്തിൽ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഇ ഡിക്ക് തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നേതാക്കളുടെ ഇടപെടലടക്കം അന്വേഷണത്തിന് വിധേയമാകണമെന്ന് ഇ ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇ ഡിക്ക് ഈ കേസിൽ തൃപ്തിയില്ല എങ്കിൽ തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ ഈ കേസിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേരള പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കുന്നത്. വെറുതെ ഈ കല്ലും വടികളും കൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല, ഇങ്ങനെ ഒരു ആക്രമണത്തിന് ആഹ്വാനം നൽകിയത് നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച CPMൻ്റെ ഉന്നത നേതാക്കന്മാർ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണമെന്ന് ഇ ഡി കഴിഞ്ഞ ദിവസം പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. നേതാക്കളുടെയും അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെയും ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഇതിനാവശ്യമായ തെളിവുകൾ ലഭിക്കുമെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഉഴപ്പിനും തയ്യാറല്ല. കൃത്യമായ നടപടികളെടുത്ത് സഖാക്കളെ പിടികൂടാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഈ SIT രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത് വീട്ടുപടിക്കൽ SIT ഉദ്യോഗസ്ഥർ എന്നാണ് വരുന്നത് എന്നോർത്ത് പേടിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ. ഇ ഡി ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ്റെ വസതിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ പുറത്ത് കോലാഹലം നടത്താനായി മുൻപന്തിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനും മുൻ മന്ത്രി V ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും B ജോയിയും എല്ലാവരും ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസും AA റഹീമും അടക്കമുള്ള നേതാക്കന്മാർ ഇതിന് നേതൃത്വം കൊടുത്തിരുന്നു. ദൃശ്യങ്ങളിൽ ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. നേതാക്കളും അണികളും ദീർഘനേരം ഒരുമിച്ച് ഒരിടത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് പൂർത്തിയാക്കി പിണറായി വിജയൻ്റെ വീടിന് പുറത്തിറങ്ങുമ്പോൾ ആക്രമിക്കപ്പെട്ടത് എന്ന് വ്യക്തമാണ്. അതായത് ആ സമയത്ത് അല്ലെങ്കിൽ റെയ്ഡ് പുരോഗമിക്കുമ്പോൾ ഉയർന്നത് തീർത്തും പ്രകോപനപരമായ മുദ്രാവാക്യമായിരുന്നു. ആരാടായി ഈ ഇ ഡി റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാണ് അണികളെ മുദ്രാവാക്യം വിളിപ്പിച്ച് പ്രകോപിപ്പിച്ചത്.
ആക്രമിച്ചത്. എല്ലാം ഞങ്ങൾ തച്ചു തകർക്കുമെന്ന് വരെ ഈ അണികൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ED ഉദ്യോഗസ്ഥർ അവരുടെ കടമ നിർവഹിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ആക്രമിക്കപ്പെട്ടത്. കല്ലും അതുപോലെ തന്നെ മറ്റ് മാരകായുധങ്ങളും കൊണ്ട് കാറ് അടിച്ചു തകർത്തു. ഈ കാറിനകത്തുണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സേനാംഗങ്ങൾക്കും പരിക്കേറ്റു. അതിനുശേഷമാണ് ED ഉദ്യോഗസ്ഥർ പരാതി നൽകിയതും ആ പരാതിയുമായി കേരള പോലീസ് മുന്നോട്ട് പോയതും. അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു കേസാണ് എന്ന് വ്യക്തമായതോടുകൂടിയാണ് കേരള പോലീസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കേരള പോലീസ് നടപടി കടുപ്പിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം കേന്ദ്ര ഇന്റലിജൻസിന്റെ ഇടപെടലാണ്. സംസ്ഥാന പോലീസും സംസ്ഥാന ഇന്റലിജൻസും മാത്രമല്ല, കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും ഈ കേസിൽ കാര്യമായി ഇടപെടുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഇതിനോടകം തന്നെ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം അവർ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ സംസ്ഥാന പോലീസിനെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. പ്രതികളെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ കാട്ടിത്തരാം എന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഈ കേസിൽ സ്വീകരിക്കുന്നത്. ഇപ്പോൾ കൂടുതലായി 10 പ്രതികളെ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന്റെ ഭാഗമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ആരൊക്കെയാണ് ഈ ആക്രമണത്തിന് ആസൂത്രണം നടത്തിയത്? ആരൊക്കെയാണ് ഈ ആക്രമണം നടപ്പിലാക്കിയത്? ഗൂഢാലോചന എന്തായിരുന്നു? ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ആരൊക്കെ? നേരിട്ട് ആക്രമണം നടത്തിയവരാരൊക്കെ? ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാരൊക്കെ? ഇവരെക്കുറിച്ചെല്ലാം കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ അറസ്റ്റിലായവർ ആരൊക്കെ? ഇനി പിടികൂടാനുള്ളവർ ആരൊക്കെ? ഇവർ എവിടെയൊക്കെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നൊക്കെ കൃത്യമായ വിവരശേഖരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് 10 പേരെ കൂടി ഇപ്പോൾ സംസ്ഥാന പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനും മറ്റു നിയമ നടപടികളിലേക്ക് കടക്കാനുമാണ് SITയുടെ അടുത്ത ശ്രമം. ഇങ്ങനെ 3 സമ്മർദ്ദങ്ങളാണ് യഥാർത്ഥത്തിൽ കേരള പോലീസ് ഈ കേസിൽ അനുഭവിക്കുന്നത്. ഒന്നാമത്തേത് EDയുടെ അസംതൃപ്തി തന്നെയാണ്. രണ്ടാമത്തേത് കോടതി പരാമർശങ്ങൾ. മൂന്നാമത്തേത് കേന്ദ്ര ഇന്റലിജൻസിന്റെ ഇടപെടൽ. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ CPMന്റെ പരമോന്നത നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ പിണറായി വിജയനെ പോലും ഈ കേസിൽ കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കഴിഞ്ഞയാഴ്ച ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന ഒരു ഉത്തരവ് നൽകിയത്. പിറ്റേന്ന് ബുധനാഴ്ച ED റെയ്ഡിനെത്തുന്നു. ഇതിനിടയിൽ ED റെയ്ഡിനെത്തുമെന്ന് എല്ലാ പ്രതീക്ഷയും CPM നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ സാധ്യതയുണ്ട്. തന്റെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള കേസിൽ എങ്ങനെയും മകളെ രക്ഷിക്കാനായി കേന്ദ്ര ഏജൻസികളെ വലിയ ആസൂത്രണത്തോടു കൂടി തടസ്സപ്പെടുത്താൻ കഴിഞ്ഞ കുറെ നാളുകളായി പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിലും പിണറായി വിജയന്റെ ഗൂഢാലോചനയുണ്ടോ എന്ന് ഒരുപക്ഷെ ഏജൻസികൾ അന്വേഷിച്ചേക്കാം. മാത്രമല്ല, ഉന്നതരായ CPM നേതാക്കൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ME ഗോവിന്ദൻ, മുൻ മന്ത്രിയും അതുപോലെ തന്നെ CPM നേതാവുമായ V ശിവൻകുട്ടി, മുൻ MLAയും മുൻ മന്ത്രിയുമൊക്കെയായ കടകംപള്ളി സുരേന്ദ്രൻ, AA റഹീം, ജോൺ ബ്രിട്ടാസ് MP എന്നിങ്ങനെ നിരവധി നേതാക്കന്മാർ, V ജോയിയെ പോലെയുള്ള ജില്ലാ സെക്രട്ടറി, മറ്റ് ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇവരെല്ലാം സംശയത്തിന്റെ നിഴലിലാണ്. അതുകൊണ്ട് തന്നെ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന 26 പേരിൽ ചിലരെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുപക്ഷെ SIT ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയേക്കും. കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഗൂഢാലോചനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരം ലഭ്യമാകുമെന്നാണ് SIT കണക്ക് കൂട്ടുന്നത്. കസ്റ്റഡിയിലുള്ളവരുടെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കാനായിരിക്കും ആദ്യം SIT ശ്രമിക്കുക. അതിനുശേഷം ആവശ്യമെങ്കിൽ സംശയമുള്ളവരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിലൂടെ ഗൂഢാലോചന വ്യക്തമാകുമെന്നാണ് SIT കരുതുന്നത്. കാരണം ഫോൺ കോളിലൂടെ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകളോളം നേതാക്കന്മാരും അണികളും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സംഭവമാണിത്. രാവിലെ റെയ്ഡ് തുടങ്ങിയത് മുതൽ തന്നെ പിണറായി വിജയന്റെ വീട്ടുപടിക്കലിലേക്ക് CPMന്റെ പ്രവർത്തകരും ക്രിമിനലുകളായ ഗുണ്ടകളും എല്ലാവരും എത്തിയിരുന്നു. ഗുണ്ടകളുടെ സാന്നിധ്യം ഇത് അക്രമത്തിലേക്ക് നയിക്കുമെന്ന് പലരും കണക്ക് കൂട്ടിയിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് കേരള പോലീസ് അടക്കം അവിടെ ഒരു സാന്നിധ്യമായി മാറിയത്. പക്ഷേ ഏറ്റവും ഒടുവിലായി കേരള പോലീസിന്റെ കയ്യിലും അത് നിൽക്കാതെ വന്നു. പാർട്ടി പ്രവർത്തകർ നേതാക്കളുടെ ആഹ്വാനമനുസരിച്ച് EDയെ ആക്രമിക്കുക എന്ന ഗുരുതരമായ കുറ്റകൃത്യം നടത്തി. സാധാരണ രീതിയിൽ ഒരു സമരം നടന്നാൽ
പോലീസുകാർക്കെതിരെ കല്ലേറ് നടത്തുന്നവരെ, പോലീസുകാരെ ആക്രമിക്കുന്നവരെയൊക്കെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് സമരത്തിന് ശേഷം കൊണ്ടുപോകാറുണ്ട്. എന്നാൽ മണിക്കൂറുകൾക്കകം നേതാക്കന്മാരെത്തി ഇവരെ ജാമ്യത്തിലെടുക്കും. ജയിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന ഇവരെ സ്വീകരിക്കാൻ അവിടെ ചുവന്ന മാലയിട്ട് സ്വീകരിക്കാൻ നേതാക്കന്മാരും അണികളും എല്ലാം ഉണ്ടാകും. ഇങ്ങനെ ഒരു സ്വീകരണം സ്വപ്നം കണ്ടുകൊണ്ടാണ് EDയെ ആക്രമിക്കാനായി സഖാക്കൾ ഇറങ്ങി പുറപ്പെട്ടത്. അങ്ങനെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുന്നവരടക്കം ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞു. അങ്ങനെയാണ് 26 പേർ ഇതുവരെ പിടിയിലായത്. മാത്രമല്ല 10 പേരെ ഇപ്പോൾ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. ഈ 10 പേരും നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇവർ ഒരുപക്ഷെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഒരുപക്ഷെ സംസ്ഥാനത്തിന് പുറത്തും കടന്നിരിക്കാമെന്ന സംശയം SITക്കുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് കടന്നവരെ അടക്കം പിടികൂടാനുള്ള ശ്രമമായിരിക്കും SIT വരും ദിവസങ്ങളിൽ നടത്തുക. എല്ലാ സമരത്തിനും ഒടുവിൽ വീര പരിവേഷത്തോടുകൂടി ജയിലിന് പുറത്തേക്ക് വരാമെന്ന മോഹം ഇപ്പോൾ സഖാക്കൾക്ക് ഇല്ലാതാവുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ അടക്കം ഇടപെടൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പ്രതികളെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ കേസിൻ്റെ വിചാരണ സംസ്ഥാനത്തിന് പുറത്താണ് നടക്കുന്നതെങ്കിൽ പ്രതികളുടെ കാര്യം കട്ടപ്പുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. UDFൻ്റെയും LDFൻ്റെയും രാഷ്ട്രീയ സഹകരണം ഈ കേസിൽ ഉണ്ടാകുമോ എന്ന ഭയം EDക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ ഒരു ഫോളോ അപ്പ് ED ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻ്റലിജൻസ് ഏജൻസികളും ഈ കേസിനെ കൃത്യമായി പിന്തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള പോലീസിന് പ്രതികളെ ഇൻ്റലിജൻസ് ഏജൻസികൾ ചൂണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇത്തരത്തിൽ തെളിവുകൾ ഗൂഢാലോചനയ്ക്കെതിരായും വന്നാൽ CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാർ കേസിൽ പ്രതിയാകുന്ന സാഹചര്യമുണ്ട്. ഒരു നിമിഷത്തെ അറിവുകേട് കൊണ്ട്, നേതൃത്വത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഇവിടെ ഈ കേരളത്തിൽ സംഭവിച്ചത്. തീർത്തും പിന്നോക്കമായ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ നിയമപാലകരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറാറുള്ളത്. എന്നാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിൽ ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒരു ആക്രമണമുണ്ടായത് സംസ്ഥാനത്തിന് തന്നെ വലിയ നാണക്കേടാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ അല്ല ഈ ED റെയ്ഡുകൾ നടന്നത് എന്ന കാര്യം പാർട്ടി സഖാക്കൾ തന്നെ മറക്കുന്നു. ഈ ED റെയ്ഡ് നടന്നത് പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ തൈക്കിണ്ടിയലിന് നേരെയാണ്. അതായത് വീണയ്ക്കെതിരെയാണ്, അല്ലെങ്കിൽ വീണയാണ് ഈ എക്സാലോജിക്ക് CMRL മാസപ്പടി കേസിൽ പ്രതിയായിട്ടുള്ളത്. വീണയ്ക്ക് എതിരായിട്ടാണ് ഈ റെയ്ഡ് നടന്നത്. അവർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ എക്സാലോജിക്കിനെതിരായിട്ടുള്ള നിയമ നടപടിയാണത്. പാർട്ടി അതിൽ തുടരേണ്ട കാര്യമില്ല. എന്നാൽ പാർട്ടി അത് മുമ്പ് ബിനീഷ് കോടിയേരി ഈ മയക്കുമരുന്ന് കേസിലടക്കം പ്രതിയായപ്പോൾ പാർട്ടി വളരെ കൃത്യമായ അന്തരം പ്രതികളിൽ നിന്നും പാലിച്ചിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു അന്തരം പാലിക്കലുണ്ടായില്ല. പാർട്ടി പ്രവർത്തകർ പാറ്റകളെ പോലെ നേതാവിനെ സംരക്ഷിക്കാനെത്തി. അതാണ് അവർക്കിപ്പോൾ ഏറ്റവും വലിയ പണിയായി മാറുന്നത്. നേതാക്കൾ അണികളെ ആഹ്വാനം ചെയ്ത് രംഗത്തിറക്കിയെങ്കിലും ഇപ്പോൾ അണികളുടെ കഷ്ടപ്പാടിനൊപ്പം നിൽക്കാൻ നേതാക്കൾക്ക് സാധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കേന്ദ്ര ഏജൻസികൾ ഇടപെട്ട് ഈ സഖാക്കളെയെല്ലാം കേരളത്തിലെ പുറത്തേക്ക് കൊണ്ടുപോയാൽ തീർന്നു അവിടെ ജീവിതം എന്നിപ്പോൾ ജയിലിൽ കിടക്കുന്നവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്നവർക്കും അതാണ് ഭയം. മാത്രമല്ല ഇന്നിപ്പോൾ വീടുകളിൽ സുഖമായിരിക്കുന്ന CPM നേതാക്കൾക്കും ചില ഭയം വന്നു തുടങ്ങിയിരിക്കുന്നു. ആ ഭയം സംസ്ഥാന പോലീസ് SIT രൂപീകരിച്ചതോടുകൂടിയാണ്. കേസിൻ്റെ നാൾ വഴികൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേസ് വരും ദിവസങ്ങളിൽ എന്തായി തീരുമെന്ന് പ്രവചനാതീതമാണ്. എന്തായാലും കോടതിയിൽ വലിയ ചർച്ചാ വിഷയമാകാൻ പോകുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് കേരള പോലീസ് അത് അന്വേഷിക്കുന്നതും. അന്വേഷണത്തിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളും EDയും പിന്നാലെയുണ്ട്.